ഏറ്റവും ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ച സിസ്റ്റർ ജെസി മരിയ ഒരിക്കൽ ഈ സ്കൂളിൻ്റെ മാനേജർ, നമ്മുടെ ഈ യോഗത്തിൻ്റെ നമ്മുടെ ഈ ആനിവേഴ്സറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുധാ ഷാജി, അനുഗ്രഹ പ്രഭാഷണത്തിന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഭരണങ്ങാനം പള്ളിയുടെ വലിയ ബഹുമാനപ്പെട്ട സക്രിയാസ് നാട്ടപ്പട്ടച്ചൻ, മുഖ്യപ്രഭാഷണം നമുക്ക് നൽകിയ ശ്രീ കെ ജി തോമസ് കിഴക്കേക്കര, സ്കൂൾ HM അൽഫോൺസ സിസ്റ്റർ, മറ്റ് സിസ്റ്റർമാരെ, കുട്ടികളെ, പ്രിയപ്പെട്ടവർ, വളരെ സന്തോഷത്തിലാണ് ഇത്തവണ ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. സാധാരണ സ്കൂൾ ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങി വൈകിട്ടൊരു 3 മണിക്ക് തീരുന്ന രീതിയിൽ എല്ലാ വർഷവും കടന്നു പോകുന്ന ഇത്തവണത്തെ ആനിവേഴ്സറിക്ക് ഒരു മാറ്റമുണ്ട്. നമ്മൾ ഇത്തവണ 2 ദിവസമാണ് ആഘോഷിക്കുന്നത്. PTA മുന്നിൽ ഇങ്ങനെയൊരു കാര്യം HM അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും, ഈ സ്കൂളിലെ എല്ലാ കുട്ടികളും ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ നിശ്ചയമായും പങ്കെടുത്തിരിക്കണം. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നിന്ന് 1, 2, 3 പ്രോഗ്രാമുകൾ അവരുടെ കഴിവ് വികസിപ്പിക്കാനുള്ള ഒരു വേദിയായി ആനിവേഴ്സറികൾ മാറണം. അതിനുവേണ്ടി ഇത്തവണ നമ്മൾ 2 ദിവസമാണ് കുട്ടികൾക്ക് ആനിവേഴ്സറി ആയിട്ട് നൽകിയിരിക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ, ഇത് പറഞ്ഞു കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ ക്ലാസ്സിൽ നിന്നും ചാടി ഇറങ്ങിയ കുട്ടികളുടെ ലിസ്റ്റ് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി. എല്ലാവരും, ഞങ്ങളും കൊണ്ട് ടീച്ചറെ ഇത്തവണ ഡാൻസിൽ അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമുകൾ, പാട്ട് എങ്ങനെ ചെയ്യാൻ ഞങ്ങൾ ഉണ്ട്. അതിൽ നിന്ന് വളരെ കുറച്ച് പേരാണ് നമ്മൾ സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളിലും കായികോത്സവത്തിലും എല്ലാം പങ്കെടുക്കുന്നത്. എന്നാൽ ചെറിയ ഒരു ഐറ്റത്തിലെങ്കിലും ഞാൻ എൻ്റെ കഴിവ് തെളിയിക്കും എന്ന ഉറപ്പോടുകൂടി ഈ സ്കൂളിൽ 2 ദിവസം നടക്കുന്ന ഈ സ്കൂൾ ആനിവേഴ്സറിയിൽ PTAയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റോൺഷിയാളമ്മ എല്ലാ കാര്യങ്ങളിലും ഈ സ്കൂളിനോടൊപ്പം, നമ്മുടെ സ്കൂളിന് സാമ്പത്തികമായി ഒത്തിരി പരിമിതികളുണ്ട്. റോൺഷിയാളമ്മയോടും പറയുമ്പോൾ സാമ്പത്തിക പരിമിതികളെല്ലാം തീരുവാണ്. ഇവിടെ നമ്മുടെ സ്കൂളിൽ ഫ്രണ്ടിൽ നല്ലൊരു രൂപം കുട്ടികൾക്ക് രാവിലെ വരുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച് കയറാൻ പറ്റുന്ന രീതിയിലുള്ള രൂപങ്ങൾ സ്ഥാപിച്ചു. വിശ്വാസം വലുതാണെന്ന ഉറച്ച വിശ്വാസത്തിൽ ബൈബിളിലെ കുറച്ച് വാചകങ്ങൾ നമ്മുടെ മതിലിൽ കൂടെ എഴുതിയിട്ടുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വായിച്ച് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നതിന് വേണ്ടി സിസ്റ്റർ അത് ചെയ്തു. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഏത് സ്കൂളിൻ്റെ ഏത് ആവശ്യത്തിനും എപ്പോഴും മുന്നിൽ നിൽക്കുന്ന പ്രൊഫഷണമ്മ, നമ്മുടെ ഇതിനു മുന്നേയുള്ള, അതുപോലെ തന്നെ വികസന കാര്യത്തിൽ നമ്മുടെ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന രാജേഷ് വാഴപ്ലാക്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഏതാവശ്യത്തിനും ഇവിടെ ഓടിയെത്തുകയും നമ്മുടെ സ്കൂളിൻ്റെ എന്താണോ വേണ്ടതെന്ന് ചോദിച്ച് സാമ്പത്തികമായി ജില്ലാ പഞ്ചായത്തിൽ നിന്നും മറ്റുമായി നമുക്ക് വാങ്ങി തന്നുകൊണ്ടിരുന്ന രാജേഷ് വാഴ, ഇപ്പം രാജേഷ് വാഴപ്ലാവിൻ്റെ ഫണ്ടിൽ നിന്നാണ് നമ്മൾ ഇവിടെ ടോയ്ലറ്റ് സമുച്ചയം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവിധ കാര്യങ്ങളിലും രാഷ്ട്രീയപരമായും എല്ലാം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും PTAയുടെ ഭാഗത്തു നിന്നുള്ള നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ 25 വർഷക്കാലം മുന്നേ ഇവിടെ പഠിച്ചിറങ്ങിപ്പോയ എൻ്റെ ഭാര്യ ഇന്നിവിടെ ഉണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ച് ഇറങ്ങിയ ആളാണ്. ഈ ആനിവേഴ്സറിയിൽ ഇവിടെ എത്തിയിരിക്കുന്നതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പഠിച്ചത് സിസ്റ്റർമാർ തന്നെ പഠിപ്പിക്കുന്ന നമ്മുടെ കാക്കോടിലെ അൽഫോൺസ റെസിഡൻഷ്യൽ സ്കൂളിലാണ്. അപ്പം എൻ്റെ ഒരു എനിക്ക് 3 മക്കളാണ്. മൂത്തയാൾ പെൺകൊച്ചായതുകൊണ്ട് 4ാം ക്ലാസ് ആയപ്പോഴത്തേനും അമ്മ പറഞ്ഞു, എൻ്റെ സ്കൂളിൽ വേണം എൻ്റെ കൊച്ചിനെ വിടാൻ. ആ നിർബന്ധം കൊണ്ടാണ് SH എൻ്റെ മൂത്ത മകള് പഠിക്കുന്നത്.
അതെന്തുകൊണ്ടെന്നാൽ 25 വർഷം മുന്നേ പഠിച്ചിറങ്ങിപ്പോയ ഭാര്യയ്ക്ക് ഈ സ്കൂളിനോടുള്ള ബന്ധം, അല്ലെങ്കിൽ ഈ സ്കൂളിലെ ടീച്ചർമാരോടുള്ള സ്നേഹം, ഈ സ്കൂളിൽ നിന്ന് ലഭിച്ച ആ ഒരു സ്നേഹമാണ് എൻ്റെ മകളെയും ഈ സ്കൂളിൽ ചേർക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി 5ാം ക്ലാസ്സിൽ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുകയും ചെയ്തത്. ഞാൻ പഠിച്ചത് അൽഫോൺസായിലായതുകൊണ്ട് എനിക്ക് ആ സ്കൂളിനോട് സ്നേഹമുള്ളതുകൊണ്ട് എൻ്റെ 2ാമത്തെ മകൻ അൽഫോൺസായി പഠിക്കുന്നുമുണ്ട്. അപ്പോൾ ഇനി ഒരു 3ാമത്തെ പറ്റത്ത് അതിൽ ഓടി നടക്കുന്നുണ്ട്. ഇനി എന്താണ് നടക്കുന്നത്, ഏത് സ്കൂളിലാണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇവിടെ പഠിച്ച് ഇറങ്ങിപ്പോകുന്ന ഓരോ കുട്ടികളും ഈ സ്കൂളിനോട് എത്രമാത്രം സ്നേഹമാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള പഠിപ്പിച്ച ടീച്ചർമാരോടുള്ള എത്രയധികം സ്നേഹവും അവർ കാണിക്കുന്ന കരുണയും ഇവിടുത്തെ ഇരിക്കുന്ന ഓരോ മക്കൾക്കും കിട്ടുന്നു എന്നതിൻ്റെ ഒറ്റ തെളിവാണ് എൻ്റെ ഭാര്യ ഇന്നിവിടെ ഈ മീറ്റിങ്ങിൽ എത്തുകയും എൻ്റെ മകൾ ഇവിടെ സ്കൂളിൽ പഠിക്കാനുള്ള കാരണവും. അത് എല്ലാ കുട്ടികൾക്കും ഒരു അനുഗ്രഹമായി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്കൂളെന്ന് പറഞ്ഞു കേട്ടുകഴിഞ്ഞാൽ എൻ്റെ മോൾ ഓടി സ്കൂളിലേക്ക് പോരുന്ന, ഒന്നുവരെ ഒരു അവധി പോലും എടുക്കാതെ സ്കൂളിൽ പോകുന്ന സന്തോഷത്തോടെ ഓടി വരുന്നത് ഞാൻ കാണുന്നുണ്ട്. പനിയാണെങ്കിൽ പോലും സ്കൂളിലേക്ക് ഓടി വരാനുള്ള ഇത് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ആനിവേഴ്സറിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. എപ്പോഴും PTA നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ ഏത് ആവശ്യത്തിനും സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്കൂൾ വിജയിക്കട്ടെ.